ഫൈനലിൽ നിർണായക സെഞ്ചുറി നേടിയ വിദർഭയുടെ മലയാളി താരം കരുൺ നായരാണ് മാതൃഭൂമി ന്യൂസിനൊപ്പം ചേരുന്നത്. കരുൺ, ജൂണിൽ ഇംഗ്ലണ്ട് സീരീസ് വരികയാണ്, ടെസ്റ്റ് സീരീസ്. അതും കരുണിൻ്റെ ആ ഒരു 9 എന്നുള്ള സെഞ്ചുറി സെലിബ്രേഷനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടാകുമോ? അതിൽ ഒരു ബന്ധവും ഇല്ല, ഓണസ്റ്റ്ലി പറഞ്ഞാൽ. ബിക്കോസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ടീംമേറ്റ്സായിട്ട് ഞാൻ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഒരു സെഞ്ചുറിയും കൂടെ അടിക്കാൻ ചാൻസ് കിട്ടിയാൽ ഞാൻ 9 കാണിക്കുന്നു. അവർക്കും ഒരു ത്രില്ലുള്ള സാധനം അത്. ആൻഡ് അങ്ങനെ നമ്മൾ സംസാരിച്ചുകൊണ്ട് ഞാൻ കാണിച്ചെന്നേ ഉള്ളൂ. ആൻഡ് വേറൊരു റീസണും ഇല്ലാതെ. ആൻഡ് എൻ്റെ കയ്യിൽ എന്താണെന്ന് വെച്ചാൽ റൺ സ്കോറിങ് എൻ്റെ കയ്യിലുണ്ട്. അത് എത്ര കൊന്നോ അത്രയും ചെയ്യും. ബാക്കിയൊക്കെ എൻ്റെ കയ്യിലില്ല. വേറെ സെലക്ഷനോ വേറെ എന്തോ ആകാൻ പോകുന്നോ അതെനിക്കറിയത്തില്ല. ബട്ട് നാളത്തെ ഒരു ദിവസം ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നാളെ നല്ലതായിട്ട് കളിച്ച് പിന്നെ IPL വരുന്നുണ്ട്. IPL നന്നായിട്ട് കളിക്കണമെന്ന് ആലോചന. ഉറപ്പായിട്ടും ആദ്യ ഇന്നിങ്സിൽ മികച്ച ടച്ചിൽ നിൽക്കൊരു അൺഫോർച്ചുനേറ്റ് രീതിയിൽ അതിന് റണ്ണൗട്ടായിരുന്നു വന്നത്. സെക്കൻഡ് ഇന്നിങ്സിലേക്ക് ഇറങ്ങുമ്പോൾ ആ ഒരു വാശി ഉണ്ടായിരുന്നു. ഇത്തവണ ഇത് കൺവേർട്ട് ചെയ്യാൻ പറ്റണമെന്നുള്ളൊരു വാശിയിലാണ് തന്നെയാണോ കളിച്ചിരുന്നത്? വാശി എന്ന് പറയാൻ ഒക്കത്തില്ല. പക്ഷേ സെക്കൻഡ് ഇന്നിങ് ഞാൻ പോയപ്പം 7 for 2 ആയിരുന്നു. അത് ഒരു ടഫ് സിറ്റുവേഷൻ ആയിരുന്നു. സോ ഇറ്റ് വാസ് ഇമ്പോർട്ടൻറ്റ് ഞാൻ നല്ലതായിട്ട് കളിക്കണം. ബിക്കോസ് ഒരു ടഫ് സിറ്റുവേഷനിലേ പോയത്. സോ അതേ ഉള്ളായിരുന്നു എൻ്റെ മനസ്സിൽ. ദറ്റ് നല്ലതായിട്ട് കളിച്ച് ഫുൾ ഡേ കളിക്കാൻ നോക്കണം. എത്ര ആവുന്നു അത്രയും റൺ ഉണ്ടാക്കണം എന്ന് അത് കഴിഞ്ഞിട്ട് നോക്കാം. നല്ല പാർട്ട്ണർഷിപ്പ് വന്നിരുന്നു ഫസ്റ്റ് ഇന്നിങ്സിൽ ഒരു 200+, ഇതിലൊരു 182. ആ ഒരു ബിൽഡപ്പ് ഇപ്പോൾ നിങ്ങൾ തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? നല്ലതായിട്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ദാനിഷ് അവൻ്റെ ഫസ്റ്റ് ഇയറാണ് കളിക്കുന്ന യങ്സ്റ്ററാണ്, 21 years ഓൾഡാണ്. സോ അവൻ ഇത്രയും നല്ലതായിട്ട് കളിക്കുന്ന, അവന് ഭയങ്കര ടാലൻ്റ് ഉണ്ട്, നല്ലതായിട്ട് കളിക്കുന്നുണ്ട്. ഫസ്റ്റ് ഇയറിൽ വന്ന് തന്നെ ഇത്രയും റൺ അടിക്കുന്നത് ഭയങ്കര ഈസി അല്ല. സോ നമുക്ക് നമ്മുടെ ആയിട്ട് ഒരു അങ്ങനെ സംസാരമൊന്നും ഇല്ലാന്ന്. എങ്ങനെ കളിക്കണം, നേരെ കളിക്കണം, സിംഗിൾ എടുത്ത് കളിക്കണം, അത്രേ ഉള്ളായിരുന്നു സംസാരം. വേറെ കൂടുതലൊന്നും സംസാരിച്ചില്ല നമ്മൾ. അവസാനമായിട്ട് ഇപ്പോൾ 4-ാം ദിവസത്തെപ്പോഴേക്കും മത്സരം ഏറെക്കുറെ വിദർഭയുടെ കയ്യിലെത്തി കഴിഞ്ഞു. ഈ മത്സരത്തിൽ ക്രൂഷ്യലായിട്ട് തോന്നിയത് സച്ചിൻ ബേബിയുടെ ഒരു വിക്കറ്റ് ആണെന്നാണോ കരുൺ കരുതുന്നത്? അങ്ങനെ പറയാൻ ഒക്കത്തില്ല. ക്രൂഷ്യൽ ഒത്തിരി സ്റ്റേജസ് ഉണ്ട്. ഫസ്റ്റ് ഇന്നിങ്സിൽ നമ്മൾ 15 or 34 എത്ര വിക്കറ്റ്, 2-3 വിക്കറ്റ് പോയായിരുന്നു. അപ്പോൾ നമ്മുടെ ഒരു പാർട്ട്ണർഷിപ്പ് വന്നു, എൻ്റെയും ധനുഷിൻ്റെ. അതും ഭയങ്കര ഒരു ടേണിംഗ് പോയിൻ്റായിരുന്നു. പിന്നെ അവരുടെ ബാറ്റിംഗ് വന്നപ്പോഴും ഒബ്വിയസ്ലി സച്ചിൻ്റെ ഭയങ്കര അത് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കും. പക്ഷേ അവൻ 98 റൺ സ്കോർ ചെയ്തു. അത് സ്കോർ ചെയ്തില്ലായിരുന്നെങ്കിൽ കേരളത്തിൽ അടുത്ത് പോലും വരത്തില്ലായിരുന്നു. സോ ഇത്ര അടുത്ത് വന്നത് അവൻ 98 അടിച്ചുകൊണ്ട് അടുത്ത് വന്ന്. ഒബ്വിയസ്ലി ആ ഒരു ഡിസിഷൻ മേക്കിങ്ങിൽ ചെറിയ തെറ്റ് പറ്റി. പക്ഷെ അങ്ങനെ ഇല്ല, ആർക്ക് വേണമെങ്കിലും പറ്റാതെ. ആൻഡ് അറിഞ്ഞുകൊണ്ട് ആരും ചെയ്യുന്നതല്ല അങ്ങനെ. അത് എപ്പോഴും ഇനി ഒരു പ്രാവശ്യം കിട്ടിയാലും അവൻ അടിച്ചാൽ നോക്കിയാലും അത് 6 പോവും, അല്ലെങ്കിൽ 4 പോവും. സോ അങ്ങനെ പറയാനൊക്കത്തില്ല. ടേണിംഗ് പോയിൻറ്റ്സ് ഒത്തിരി ഉണ്ട്. ഈ ഇങ്ങനത്തെ 5 ദിവസത്തെ ഗെയിമിൽ ടേണിംഗ് പോയിൻറ്റ്സ് ഒത്തിരി കാണും. ഒരാളെ മാത്രം അങ്ങനെ പറയാനൊക്കത്തില്ല. എന്തായാലും എല്ലാവിധ ആശംസകളും നാഷണൽ ടീമിലും കേരള ടീമിലും കരുണിനെ ഇനി വൈകാതെ കാണാൻ കഴിയട്ടെന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. PCS സ്റ്റേഡിയത്തിൽ നിന്നും സ്റ്റീഫൻ മാത്യുവിനൊപ്പം ജയേഷ് പൂക്കോട്ടൂർ, മാതൃഭൂമി ന്യൂസ്.